പൂക്കാട് കലാലയം സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് ആവണിപ്പൊന്നരങ്ങോടെ സമാപനം. പൂക്കാട് കലാലയത്തിന്റെ 50ാം വാർഷികോത്സവത്തിന്റെ ഭാഗമായാണ് 3 ദിവസം നീണ്ടുനിന്ന ആഘോഷ പരിപാടിയായ ആവണിപ്പൊന്നരങ്ങ് സംഘടിപ്പിച്ചത്. മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ നേതൃത്വം നൽകിയ 51 വാദ്യകലാകാരന്മാർ അണിനിരന്ന വാദ്യതാളങ്ങളുടെ മേളങ്ങളോടെയായിരുന്നു സമാപന ചടങ്ങുകൾ നടന്നത്. ആവണിപ്പൊന്നരങ്ങിന് മേളക്കൊഴുപ്പിന്റെ ലയവിന്യാസത്തോടെ സമാപനം. വാദ്യകലാപ്രതിഭ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ നേതൃത്വം കൊടുത്ത 51 വാദ്യകലാകാരന്മാർ അണിനിരന്ന വാദ്യതാളങ്ങളുടെ മേളക്കൊഴുപ്പോടെയായിരുന്നു സമാപനം. സുവർണ ജൂബിലി സമാപന സമ്മേളനം കാനത്തിൽ ജമീല MLA ഉദ്ഘാടനം ചെയ്തു. ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സദി കിഴക്കയിൽ അധ്യക്ഷയായി. ചടങ്ങിൽ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ അനുഗ്രഹ ഭാഷണം നടത്തി. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് കൽപ്പറ്റ നാരായണൻ, രാമപ്രഭ പുരസ്കാര ജേതാവ് MK സുരേഷ് ബാബു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പന്തലായിനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P ബാബുരാജ് സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. വിജയരാഘവൻ ചേലിയ, VV മോഹനൻ, UK രാഘവൻ എന്നിവർ സംസാരിച്ചു. ആദ്യകാല സംഗീത വിദ്യാർത്ഥി കളത്തിൽ ആനന്ദന് പൂക്കാട് കലാലയം പ്രിൻസിപ്പൽ ശിവദാസ് ചേമഞ്ചേരി ഉപഹാരം നൽകി. പൂക്കാട് കലാലയത്തിന് സോഫ്റ്റ്വെയർ സമർപ്പിച്ച കലാലയം രക്ഷിതാവ് രാകേഷ് പറയിലാട്ടിന് ബിജു KV ഉപഹാരം സമർപ്പണം നടത്തി. 3 ദിവസങ്ങളിലായി 1000-ലധികം കലാകാരന്മാരാണ് രംഗാവിഷ്കാരം നടത്തിയത്. ശശി ചെരൂർ സംവിധാനം ചെയ്ത പൂക്കാട് കലാലയം വനിതാ വിഭാഗം അവതരിപ്പിച്ച പേരില്ലാ പൂവ് നാടകം പ്രേക്ഷക ശ്രദ്ധ നേടി. നൃത്തം, ചിത്രം, വാദ്യം, സംഗീതം, ചുമർ ചിത്രം വിഭാഗങ്ങളിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയവരാണ് അരങ്ങിലെത്തിയത്. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, സംഘഗാനം, ഗാനമേള, നാടകം, ചിത്രപ്രദർശനം, താളവാദ്യ സമന്വയം എന്നിവ അരങ്ങേറി. പൂക്കാട് കലാലയം വിദ്യാർത്ഥികളും അധ്യാപകരും പ്രവർത്തകരുമടങ്ങുന്ന കലാവിഭാഗമാണ് ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. 1974 പൊന്നോണ നാളിലാണ് കലാലയം സ്ഥാപിച്ചത്. ഇപ്പോൾ പൂക്കാട്, ഉള്ളിയേരി കേന്ദ്രങ്ങളിലായി 2500-ലധികം വിദ്യാർത്ഥികൾ കലാപഠനം നടത്തുന്നു. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി.